മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. ഏതു പ്രതിസന്ധിയിലും ആത്മധൈര്യം കൈവിടരുത്. നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും. ഭക്തരെ, മറ്റൊരാളെ സങ്കടപ്പെടുത്തി നിങ്ങൾ എന്താണോ നേടിയത് അത് നിങ്ങളിൽ അധികകാലം നിലനിൽക്കില്ല. എത്ര നാൾ കൂടെ ഉണ്ടായിരുന്നു എന്നതിലല്ല, എത്രമേൽ നിങ്ങളെ മനസ്സിലാക്കി എന്നതിലാണ് കാര്യം. പാഠങ്ങൾ ചിലത് നിങ്ങൾക്ക് സ്വയം പഠിക്കേണ്ടി വരും. ചിലത് നിങ്ങളെ കാലം പഠിപ്പിക്കുന്നു. ക്ഷമിക്കുന്നത് കീഴടങ്ങലോ തോൽവിയോ അല്ല, അതൊരു പ്രശ്നപരിഹാരമാണ്. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധ്യമല്ല. വിട്ടുവീഴ്ചകൾ കൊണ്ട് പലതും നേടാനാകും. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുന്നതിൽ അഭിമാനം നഷ്ടപ്പെടില്ല. പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. ജീവിതത്തിൽ നിങ്ങളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുന്നിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുന്നിലും അവർ കുറ്റം കണ്ടെത്തും. ഭക്തരെ, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് കണ്ടെത്തുക എന്നതും അത് സമ്മതിക്കുക എന്നുള്ളതുമാണ്. വളരെ എളുപ്പമുള്ളത് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ്. എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല. എന്നാൽ എല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ്. ഭക്തരെ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇരുട്ട് ഉണ്ടെങ്കിലേ വെളിച്ചത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാനാകൂ. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.